സമസ്ത എടുത്ത ഉജ്ജ്വലമായ നിലപാടുകൾ, ആ നിലപാടുകളാണ് കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് കാരണമായി വന്നിട്ടുള്ളത്. അതിൽ അഭിവന്ദ്യനായ ജിഫ്രി തങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് രാജീവ് സൂചിപ്പിച്ചു. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക. നോക്കിയാൽ അറിയാം എന്താണ് മനസ്സിലുള്ളതെന്ന്. അത് മാത്രം പറയാം, ആവശ്യത്തിനുള്ളത് പറയാം. ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് അതുപോലെ മറുപടി കൊടുക്കാനോ അല്ല. ഒരു നോട്ടം നോക്കിയാൽ അത് മതി, അതിന്റെ കൃത്യമായ മറുപടിയുണ്ട്. പക്ഷെ ആ മറുപടിയും ആ നിലപാടും കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ എത്രമേൽ സഹായിച്ചു എന്നെനിക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാല്ലേ, വി ഡി സതീശൻ സാർ, അങ്ങനെ വിളിച്ചോട്ടെ. ഒരുപാട് ട്വിസ്റ്റുകൾക്ക് ശേഷം അവസാനം പട നയിച്ചവൻ തന്നെ നായകനായി വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് സമസ്തനെക്കുറിച്ചും സമസ്തയെടുത്ത നിലപാടുകളെക്കുറിച്ചും ആ നിലപാടുകളാണ് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തിയത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ജിഫ്രി തങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും അദ്ദേഹം എടുത്ത വർഗീയതക്കെതിരെയുള്ള, വർഗീയ ധ്രുവീകരണങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നേ അദ്ദേഹം RSS വേദിയിൽ പങ്കെടുത്തതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒറ്റപ്പെട്ട നിലപാടുകളോ ഒക്കെ പലരും ഇപ്പോൾ കുത്തിപ്പൊന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം പലപ്പോഴായി അദ്ദേഹം കൃത്യമായിട്ട് വർഗീയതക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിലപാട് അതാണ് അദ്ദേഹത്തിൽ നിന്ന് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഗീയതയും വർഗീയ ധ്രുവീകരണവും ഒരിക്കലും ഈ നാട്ടിൽ ചെലവാവുകയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ചെലവാകുന്ന ആ സാധനം അതിവിടെ ചെലവാവുകയില്ല എന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും. അപ്പോൾ ഇനിയും കഴിഞ്ഞ 10 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിച്ചു. അതേപോലെ ഇനി UDF ഒരു 10 വർഷം കൂടി ഭരിക്കാൻ, അതിൻ്റെ അമരത്ത് ഇരിക്കാൻ വി ഡി സതീശന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല ഒരു ഭരണം കാഴ്ചവെക്കട്ടെ. എല്ലാവർക്കും സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, വർഗീയവാദികളുടെ അഴിഞ്ഞാട്ടമില്ലാത്ത, വർഗീയ സംഘർഷങ്ങളില്ലാത്ത, വികാസമുള്ള ഒരു ഭരണം, ആ സമാധാനമുള്ള ഒരു ഭരണം, അതാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം അതല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ഭരണത്തിലേറ്റിയ ജനങ്ങൾ തന്നെ താഴെ ഇറക്കും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭരണത്തിലേറ്റിയ ആളുകൾ തന്നെയാണ് ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത്. ഇത് ഓട്ടമത്സരത്തിൽ വിജയിക്കുന്നതല്ല, ഹൈ ജമ്പിൽ വിജയിക്കുന്നതല്ല, മറിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് വിജയിക്കുന്നതാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, 100 ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ 70 ആളുകൾ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും 30 ആളുകൾ പ്രതികൂലമായി വോട്ട് ചെയ്തവരുണ്ട് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് കൂടി അനുഗുണമായ തരത്തിൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നേതൃസ്ഥാനം കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോഴാണ് അയാൾ വീണ്ടും അധികാരത്തിൽ വരുന്നത്. നേരെ മറിച്ച് പിന്തുണച്ച 70 ആളുകൾക്കും അഭിപ്രായമില്ലാത്ത, അവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ഭരണമാണ് വരുന്നത് എങ്കിൽ അടുത്ത തവണ തന്നെ അതേ 100 പേര് തന്നെ ഈ കസേരയിൽ നിന്ന് അവർ താഴെ ഇറക്കും. ഇതാണ് കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് പറയാനുള്ള കാരണവും ഇതാണ്. ഇതര സ്റ്റേറ്റുകളും സംസ്ഥാനങ്ങളും പോയി നോക്കിയാൽ പണത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ടാവാം, ചില അടിമത്തത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു വലിയ ജനതയെ മുഴുവൻ അടിമകളാക്കി വച്ചിരിക്കുന്ന ചിലതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് കേരളം അങ്ങനെയല്ല. ഒരു പാർട്ടിയുടെയും അടിമകളല്ല കേരളത്തിലെ ജനങ്ങൾ എന്നാണ് ഓരോ തവണയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. 10 വർഷം LDF ഭരിച്ചപ്പോൾ
പലരും വിചാരിച്ച് കാണും ജനങ്ങളൊക്കെ എൽ ഡി എഫ് അനുകൂലികളായി എന്ന് ഭരിച്ചവർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, പലരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിമകളല്ല എന്നതാണ് കൃത്യമായിട്ട് തെളിയിച്ചിരിക്കുന്നത്. യു ഡി എഫിന് അധികാരത്തിലെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വോട്ട് ചെയ്ത ആളുകൾ, വിജയിപ്പിച്ച ആളുകളൊന്നും യു ഡി എഫ് എന്നൊരു സംവിധാനത്തിൻ്റെ അടിമകളല്ല. അവരൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്, പ്രബുദ്ധരാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായൊരു ഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഭരണത്തിലേറ്റുന്നത്. 5 വർഷം കഴിയുമ്പോൾ അവർ സ്വന്തം ചിന്തിക്കും, എന്നിട്ട് അവർ തീരുമാനമെടുക്കും. ആരുടെയും അടിമകളായിട്ട് അവർ നിൽക്കില്ല. ഇതാണ് കേരളത്തിലെ അവസ്ഥ. അതുകൊണ്ടാണ് കേരളത്തിൽ 5 കൊല്ലം കഴിയുമ്പോൾ ഭരണം മാറുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ആ ഒരു വൈവിധ്യം അത് നിലനിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധമായിരിക്കുന്ന കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ UDFും LDFും രണ്ടും നിലനിൽക്കൽ അനിവാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നശിച്ചാൽ ആ സ്ഥാനത്തേക്ക് കടന്നു വരിക വർഗീയ കക്ഷികളായിരിക്കും. അപ്പോൾ 2 സംവിധാനങ്ങളും ഇവിടെ നിലനിൽക്കട്ടെ. ഓരോ തവണയും ഏറ്റവും മികച്ച ഭരണം നടത്തുന്നവരെ, അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരെ ആളുകൾ അധികാരത്തിലേറ്റട്ടെ. ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് അടുത്ത തവണ ഞങ്ങളെ കയറ്റിയവർ തന്നെ താഴെ ഇറക്കുമെന്ന ബോധത്തിൽ ഭരിക്കാൻ മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ, അധികാരികൾക്ക് കഴിയട്ടെ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വർഗീയ കക്ഷികൾക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയും ഭരണപക്ഷത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അത് ജനങ്ങൾ വിലയിരുത്തും. അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. ഒരിക്കലും വർഗീയതയ്ക്ക് ഇടം കൊടുക്കാത്ത മണ്ണാണ് കേരളം. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വീക്ഷിച്ച് നോക്കിയാൽ അതിൽ നിന്നൊക്കെ വർഗീയതയെ വർഗീയ ശക്തികളെ മാറ്റി നിർത്തിയ ഒരൊറ്റ മണ്ണേ കാണാൻ സാധിക്കും. അത് കേരളത്തിൻ്റെ മണ്ണാണ്. ഇത്രത്തോളം വർഗീയതയെ അകറ്റി നിർത്തിയ മറ്റൊരു മണ്ണ് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധമുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകളാണ് കേരളീയർ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ അധികാരികൾക്കും ഏറ്റവും കരണീയമായ മാർഗം. അത് ഞാൻ ഹിന്ദുത്വ വർഗീയതയെ മാത്രമല്ല പറയുന്നത്, മറിച്ച് ഇസ്ലാമിൻ്റെ പേരിൽ ഏതെങ്കിലും വർഗീയ ശക്തികളുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ ആളുകൾ, അവർക്ക് ലൂപ്പ് ഹോൾ ഉണ്ടാക്കാനും ശ്രമിക്കരുത് എന്ന് തന്നെ തുറന്നു പറയുകയാണ്. അപ്പോൾ അത്തരം കക്ഷികളെ അകറ്റി നിർത്തിയാൽ ഭരണ തുടർച്ച ഉറപ്പാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഭരിക്കാൻ സാധിക്കും. നേരെ മറിച്ച് അത്തരം കക്ഷികളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പതനം എന്തായാലും കേരളത്തിൽ അത് കാണാൻ സാധിക്കും എന്നതും ഉറപ്പാണ്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. സമസ്തയുടെ ആ ഒരു നിലപാട് അതിവിടുത്തെ വർഗീയതയെ തുടച്ചു നീക്കിയ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ ആ ട്രഡീഷണൽ ഇസ്ലാമിനെയാണ് ഇവിടുത്തെ സമസ്ത ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ വർഗീയതയില്ല. നേരെ മറിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള പുത്തൻ കക്ഷികൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ, ബ്രദർഹുഡിൻ്റെയും മറ്റുമൊക്കെ ആശയങ്ങൾ ഒരിക്കലും നമുക്ക് കരണീയമല്ല. ഹിന്ദുത്വ ഭീകരതയെ പോലെ തന്നെ, വർഗീയതയെ പോലെ തന്നെ നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണിതും. അപ്പോൾ നല്ലൊരു കേരള ഭരണത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.